ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SajuS TastelanD. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ നല്ല മായമില്ലാത്ത സൂപ്പർ ടേസ്റ്റി പപ്പടം ഉണ്ടാക്കിയെടുക്കാം എന്ന് കാണിക്കുന്നൊരു വീഡിയോയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഒരു 250 ഗ്രാം ഉഴുന്ന് ഉണ്ടാവും കേട്ടോ. ഇത് നല്ലപോലെ കഴുകിയിട്ട് നന്നായിട്ട് ഉണക്കിയിട്ടൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉഴുന്നിന് പകരമായിട്ട് ഉഴുന്നുപൊടി വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് എടുത്താലും മതിയാവും. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഒട്ടും തരികളൊന്നും ഇല്ലാതെ പൊടിച്ചെടുക്കണം. ഏത് ജാറിലാണോ നന്നായിട്ട് പൊടിയുന്നത് എന്ന് വെച്ചാൽ ആ ജാറിൽ പൊടിച്ചെടുക്കാം. എന്നിട്ട് നല്ലപോലെയൊക്കെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബേക്കിംഗ് സോഡയ്ക്ക് പകരം പപ്പടക്കാരമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നമുക്കതങ്ങനെ അവൈലബിൾ ആവണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലെപ്പോഴും ബേക്കിംഗ് സോഡയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് എടുക്കാം. പപ്പടം ബിസിനസ് നടത്തുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പപ്പടക്കാരൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പപ്പടത്തിന് എപ്പോഴും കുറച്ച് ഉപ്പ് കൂടുതൽ വേണം, എങ്കിലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉപ്പ് ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. തരികളൊന്നും ഇല്ലാതെ അരിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് തരികളൊക്കെ ഉണ്ട്, ഇത് നമുക്ക് കളയാം. നമ്മൾ ഈ പൊടിയൊന്ന് തൊട്ട് നോക്കുമ്പോൾ വളരെ നൈസായിട്ടാണ് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള പൊടിയാണ്. പക്ഷെ നമുക്കിത് കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ആദ്യം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ അത് പരത്തിയെടുക്കാനായാലും അതുപോലെ തന്നെ കുഴയ്ക്കാനായാലും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരുവിധം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഓയിലൊക്കെ ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും കുഴയ്ക്കണം. അപ്പോൾ ഞാൻ നല്ലെണ്ണയിലാണിത് ഉണ്ടാക്കിയെടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ആദ്യം ചേർക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. വെളിച്ചെണ്ണയിൽ നമുക്ക് പപ്പടം ഉണ്ടാക്കാം, പക്ഷേ അത് ചിലപ്പോൾ നമ്മൾ പരത്തിയെടുക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഒട്ടി പിടിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ലെണ്ണയിൽ ചെയ്തെടുക്കാം. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കയ്യിലൊക്കെ ആകെ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതൊന്നും കാര്യമാക്കണ്ട. കുറച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. നല്ല കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കുറച്ച് ബുദ്ധിമുട്ടിയാലും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് വീണ്ടും നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കുഴച്ചെടുക്കേണ്ട രീതി മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ്. കണ്ടില്ലേ, ഒരുവിധം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മുടെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇടിച്ച് നിരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു കല്ലുണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാം. നമ്മുടെ വീട്ടിൽ ഉള്ളി മുളകൊക്കെ ചതയ്ക്കുന്ന കല്ലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് നന്നായിട്ട് ശക്തിയിൽ കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. പക്ഷേ ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എങ്കിൽ മാവ് പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാ സൈഡും ഒരേപോലെ ഇടിച്ച് കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ചെയ്യാം. ഇനി ഇതിനെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഇടിച്ച് പരത്തിയെടുക്കണം. ഇങ്ങനെ ഒരു 4-5 പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്യണം, എങ്കിലേ നമ്മുടെ ഈ മാവ് നന്നായിട്ട് സോഫ്റ്റായി വരുള്ളൂ.
അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പപ്പടമൊക്കെ എപ്പോഴും ഉണ്ടാവണം, ചെറിയ കുട്ടികളുള്ള വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പപ്പടമൊക്കെ എപ്പോഴും വേണം. അവർക്ക് കുട്ടികൾക്ക് ചോറുണ്ണാനും പപ്പടമൊക്കെയാണ് അവർ കൂടുതലായിട്ട് ചോദിക്കുക. മാത്രമല്ല അവർ കൂടുതൽ ചോറൊക്കെ കഴിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതല്ലേ. കണ്ടില്ലേ, മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പുറത്തുനിന്നൊക്കെ പപ്പടം മായം കഴിക്കുമ്പോൾ അതിൽ മായമൊക്കെ ചേർക്കുന്നുണ്ട്. ആദ്യമൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഒക്കെ അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. മാത്രമല്ല എണ്ണയൊക്കെ വളരെ കുറവായിരിക്കും. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് കുഴച്ചിട്ട് എടുക്കാം, നീട്ടിയെടുക്കണം. ഇതുപോലെ വലിച്ച് നീട്ടിയെടുക്കാം. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്താലാണ് പപ്പടവും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ തരികളൊന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് നീട്ടിയെടുക്കണം. കനം കുറച്ച് നീട്ടിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് എണ്ണ നമ്മുടെ കയ്യിൽ തടവിയതിന് ശേഷം ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി സിമ്പിളായിട്ട് കിട്ടും. എല്ലാ ഭാഗവും ഒരേപോലെ ആവാനായിട്ട് നോക്കുക. നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടതൊക്കെയാണ്. ഇപ്പോൾ കണ്ടില്ലേ, മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് നീട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഒന്ന് വളച്ച് വെച്ചാൽ ഇതുപോലെ ഇരിക്കണം. ഇങ്ങനെ ഇരുന്നാൽ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്ന് ശരിയായി വരാനുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ലെവലാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. കുറച്ച് വലിയ പപ്പടമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 27-28 ഉണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ പപ്പടത്തിന് ഇത്രയൊന്നും വലുപ്പം ഉണ്ടാവാറില്ല. കുറച്ചുകൂടി ചെറുതാക്കിയിട്ടൊക്കെ എടുക്കാം. ഇനി ഞാനിത് പരത്തിയെടുക്കുന്നത് അരിപ്പൊടിയിലാണ്. നമ്മൾ വീട്ടിലൊക്കെ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരി പൊടിപ്പിച്ച അതാണ് കേട്ടോ ഇത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദയിലും ചെയ്തെടുക്കാം. അപ്പോൾ അരിപ്പൊടിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഹെൽത്തി ആണല്ലോ. മൈദ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ സാധാരണ പപ്പടമൊക്കെ ഉണ്ടാക്കുന്നവർ കൊള്ളിപ്പൊടി, പൂളപ്പൊടി അതിലൊക്കെയാണ് കുഴച്ചെടുക്കാറുള്ളത് കേട്ടോ. നമുക്കതൊന്നും അങ്ങനെ കിട്ടിക്കോണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് അരിപ്പൊടിയിൽ ചെയ്തെടുക്കാം. അതാകുമ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ കണ്ടില്ലേ, ഒരു പപ്പടം നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരെണ്ണം കൂടി ഞാനങ്ങനെ കാണിക്കാം. കുറച്ചൊന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പത്തിരിയൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. നമുക്ക് ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതങ്ങനെ പെർഫെക്റ്റായിട്ട് നല്ല വട്ടത്തിലൊന്നും കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ബാക്കി വരുന്ന ഭാഗം കളയണ്ട, അത് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി കുറച്ച് ഇതുപോലെ കുറച്ചൊന്ന് പരത്തിയിട്ട് മാറ്റി വയ്ക്കാം. വേറൊരു രീതിക്ക് പരത്തിയെടുക്കാനാണ്. അപ്പോൾ ഞാനൊരു 5-6 ഒരുമിച്ച് ആണ് പരത്തിയെടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് പൊടിയൊക്കെ വിതറിയിട്ട് നല്ലപോലെ പൊടി വിതറണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എല്ലാ സൈഡും ഒരേപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ 1-2 ഒക്കെ ചിലപ്പോൾ ഒന്ന് വലുപ്പം കുറഞ്ഞിരിക്കും കേട്ടോ. അതൊന്നും കാര്യമാക്കണ്ട, അത് നമുക്ക് പിന്നീട് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് പ്രസ് ചെയ്യരുത്, അപ്പോൾ ഒട്ടിപ്പിടിക്കും. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ പൊടി ഇട്ട് കൊടുക്കണം. ഇങ്ങനെയാകുമ്പോൾ വളരെ സിമ്പിളാണ്. ഒരുമിച്ച് കുറേ പരത്തിയെടുക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇതിൽ ഒരെണ്ണം എനിക്ക് കുറച്ച് ചെറുതായിട്ടാണ് കിട്ടിയിരിക്കുന്നത്, അതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം നല്ലപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല വലിയ പപ്പടമാണ് കേട്ടോ. നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാവാറില്ലേ, കല്യാണത്തിനൊക്കെ ഉണ്ടാവാറില്ലേ, അതേ വലുപ്പത്തിലൊക്കെയുള്ള പപ്പടമാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമുക്കിത് സാധാരണ ഒരു രീതിക്കുള്ള പപ്പടമാണെന്നുണ്ടെങ്കിൽ ഒരു 50 പപ്പടത്തിൻ്റെ അടുത്ത് നമുക്ക് ഈ ഒരു മാവ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇതിനെ നല്ലപോലെ ഒന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ നല്ല വെയിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കത് ഉണങ്ങി കിട്ടും. തിരിച്ചും മറിച്ചുവിട്ട് ഉണക്കിയെടുക്കാൻ ഞാനിപ്പോൾ ഒരു പേപ്പറിൽ ഇട്ടിട്ടാണ്, നിരത്തി ഇട്ടിട്ടാണ് ഉണക്കിയെടുക്കുന്നത്. ഒരു തുണിയിലിട്ടിട്ടായാലും ഉണക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അങ്ങനെ ഓരോ പപ്പടം ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, പപ്പടം നല്ല സൂപ്പറായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഴച്ചതും പരത്തിയതൊക്കെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിരുന്നു എന്നാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലപോലെ പൊങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നൂലേ. അപ്പോൾ ഒരു പപ്പടത്തിൽ 3-4 ഹോൾസൊക്കെ ഇട്ടതിന് ശേഷം വറുത്തെടുക്കാം. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പൊങ്ങി വരില്ല കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി മായമില്ലാത്ത പപ്പടമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി ആരും പപ്പടമൊന്നും അങ്ങനെ പുറത്തുനിന്ന് വാങ്ങണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ നോട്ടിഫിക്കേഷൻസായി കിട്ടുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു. ബൈ.